ഇനി പഠിക്കാനുള്ളത് ആക്റ്റിനോയിഡ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ആക്റ്റിനോയിഡ്സ്? ആക്റ്റിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് തന്നെയാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 5f ഓർബിറ്റിലേക്കാണ്. അതിനാലാണ് ഇവയെ ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ആക്റ്റിനോയിഡ്സിൻ്റെ പ്രത്യേകത മിക്കവാറും ഇവയെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിൽ ലൗറീഷ്യം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് 3 minutes ആണ്. അപ്പോൾ ഇങ്ങനെ ഹാഫ് ലൈഫ് പീരീഡൊക്കെ ഇത്രയും വളരെ കുറവായതുകൊണ്ട് തന്നെ ആക്റ്റിനോയിഡ്സിനെ പറ്റിയുള്ള പഠനം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവയുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഏകദേശം ലാന്തനോയിഡ്സിൻ്റെ പോലെ തന്നെ കമ്പയർ ചെയ്യാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിൽ 4f ഓർബിറ്റിലാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആക്റ്റിനോയിഡ്സിൽ 5f ഓർബിറ്റിലാണ് ഫില്ല് ചെയ്യുന്നത്. ഇവയുടെ ആറ്റോമിക് സൈസിനെയും അയോണിക് സൈസിനെയും പറ്റി പറയുമ്പോൾ ഈ സീരീസിൽ ആക്ടീനിയം തൊട്ടിട്ട് ലാസ്റ്റ് എലമെൻറ്റ് വരെ എത്തുമ്പോൾ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ആറ്റോമിക് സൈസ്. ഇതും ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലം തന്നെയാണ്. 5f ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഈ 5f ഓർബിറ്റൽ ഇലക്ട്രോണുകൾക്കും വളരെ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ ഇലക്ട്രോണുകളെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നു. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്റ്റിനോയിഡ്സും കളേർഡ് അയോൺസ് തന്നെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ്. ഇവയുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാന്തനോയിഡ്സിനെ പോലെ തന്നെ +3 ആണ്. എങ്കിലും വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവ കാണിക്കാറുണ്ട്. ലാന്തനോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവയും ഒരുപാട് അലോയ്സും കോമ്പൗണ്ടുകളും എല്ലാം ഉണ്ടാക്കുന്നവയാണ്. ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആക്റ്റിനോയിഡ്സിൻ്റെ കെമിസ്ട്രി ലാന്തനോയിഡ്സിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തന്നെ പറയാം. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും നമുക്ക് ഇന്നും അധികം ജ്ഞാനം കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ കോംപ്ലക്സിറ്റി തന്നെയാണ്. ആക്റ്റിനോയിഡ്സ് ലാന്തനോയിഡ്സിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണെന്ന് തന്നെ പറയാം. ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ലാന്തനോയിഡ്സിനെ പറ്റിയും ആക്റ്റിനോയിഡ്സിനെ പറ്റിയും മനസ്സിലായി എന്ന് തന്നെ